മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആമേൻ അവിടെ ഒരു ശബ്ദം നമുക്ക് കേൾക്കാം, വരുവിൻ നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കാം. അവിടെ ത്രിയേക ദൈവത്തിൻ്റെ പിതാ പുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ ഒരു ശബ്ദമാണ് അവിടെ വെളിപ്പെടുന്നത്. അതെ, അങ്ങനെ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് സ്തോത്രം മണ്ണ് കൊണ്ടുണ്ടാക്കി, മൂക്കിൽ ജീവശ്വാസം ഊതിയത് ദൈവമാണ്. ഹല്ലേലൂയ. ഈ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ ആ മനുഷ്യനിൽ വെളിപ്പെട്ട ശ്വാസം ജീവശ്വാസം. ആ ജീവശ്വാസത്തിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ആ ജീവൻ ദൈവം നിത്യനായിരിക്കുന്നത് പോലെ നിത്യജീവനാണ്. ആമേൻ. ആ നിത്യജീവനെ മനുഷ്യൻ്റെ മേൽ ഊതി. അവൻ ഇന്നത്തെ പോലെ 70, 80, 90 വയസ്സോ ആകുമ്പോൾ ചാകുവാൻ വേണ്ടിയുള്ളവനല്ല. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് ദൈവത്തെ ആരാധിപ്പാൻ, എന്നിട്ട് അനുഗ്രഹിച്ചു, ഭൂമി മുഴുവനും നിറയുകയും. അതെ, എല്ലാ മൃഗത്തെയും എല്ലാ വൃക്ഷങ്ങളെയും അതെ ഉൽപാദന ശക്തിയോടുകൂടെയാണ് ദൈവം ഉണ്ടാക്കിയത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതത് തരം വിത്തുക്കളോടുകൂടെയാണ് വൃക്ഷങ്ങളെ സസ്യങ്ങളെ എല്ലാം ദൈവം ഉണ്ടാക്കിയത്. ഇതുപോലെ തന്നെ മനുഷ്യനെ അവർ പെരുകണം, ഭൂമി നിറയണം, ഇതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. പക്ഷെ അവർ പെരുകണം, ഭൂമി നിറയണം. ഭൂമി കല്ലറകളെ കൊണ്ട് നിറയാനല്ല, ഭൂമി ജീവിക്കുന്ന മനുഷ്യരെ കൊണ്ട് നിറയുവാനാണ്. ഇന്ന് കല്ലറകളെ കൊണ്ട് നിറയുകയാണ് ഭൂമി. എന്തുകൊണ്ടാണ് ഈ കല്ലറകളെ കൊണ്ട് നിറയാൻ തുടങ്ങിയത്? അതിന് കാരണം ദൈവത്തിന് വിരോധമായി മനുഷ്യൻ പാപം ചെയ്തതാണ്. അങ്ങനെ നിത്യജീവനോട് ഉണ്ടാക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പന വിരോധമായി പ്രവർത്തിച്ചതിനാൽ, അവൻ പാപം ചെയ്തതിനാൽ, അവന് പാപത്തിൻ്റെ ശമ്പളമായി മനുഷ്യനിൽ വന്നതാണ് മരണം. മരണത്തെ യേശു ക്രിസ്തു കാൽവറിയിൽ ജയിച്ചു.